സാധാരണ ഒരു മർദ്ദമാർ മധ്യ കോൺഫറൻസിലൊക്കെ 3 മെയിൻ ടോപ്പികളെ കാണാറുണ്ട്. തിരുമേനി 5 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഈ കളിക്ക് നന്നാവണം എന്നുള്ളത്, അല്ലെങ്കിൽ 3 ആവത്തില്ല, കുറഞ്ഞത് 5 വേണം. എന്താണ് തിരുമേനി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ക്രമീകരിച്ച സമയത്തിന്റെ മനസ്സിലുള്ളതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഏതായാലും എന്തെങ്കിലുമൊക്കെ ഇന്ന് കാരണം 5 എണ്ണമൊക്കെ സഹിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിലും വെറുതെ വരാനിരുന്നത് ഇങ്ങനെ അങ്ങ് പോയി എന്നല്ല, നമ്മളത് ആശ്വസിക്കുകയും സമാധാനപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് തിരുമേനിയെ നേരത്തെ മുഖതാവിൽ അങ്ങനെ കാണാനുള്ള അവസരമോ ഭാഗ്യമോ കിട്ടിയിട്ടില്ല എങ്കിലും ഒരു കൺവെൻഷൻ മീറ്റിംഗിൽ വെച്ചിട്ടാണ് തിരുമേനിയെ ഈ അടുത്തിടെ നേരിൽ കാണുന്നത്. അല്ലാതെ പുസ്തകങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും ഒക്കെ തിരുമേനിയെ വായിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് തിരുമേനിയെ പരിചയപ്പെട്ടിട്ട് തിരുമേനിയോടൊത്തുള്ള അല്ലെങ്കിൽ തിരുമേനിയോടുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഇപ്പോഴൊരു ഹണിമൂൺ സ്റ്റേജിലാണ്. അതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മാസം ആയിട്ടില്ല. അതുകൊണ്ടായിരിക്കണം തിരുമേനിയെ വിളിച്ചത്. ഹണിമൂണിന്റെ സമയത്ത് നമ്മൾ വലിയ വീട്ടുവിചാരമൊന്നും ഇല്ലാതെ നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ മനസ്സിലാക്കുന്നത് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. ഒരു മാസത്തെ സൗഹൃദമേ ഉള്ളൂ തിരുമേനിയോട്, അല്ലെങ്കിൽ നേരിട്ട്, അല്ലാതെ ആദരവോടെയൊക്കെ ഇങ്ങനെ അകലെ നിന്ന് നോക്കിയിട്ടുള്ളൂ മാത്രം. അപ്പോൾ തിരുമേനി എന്നെ ഈ മീറ്റിങ്ങിന് വിളിച്ചു. 28-ാം തീയതി വരാൻ ഒക്കുമോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് അസൗകര്യമുണ്ട്. അന്നത്തെ ദിവസം തന്നെ CSIയിലെ നമ്മുടെ നാട്യകോശിയുടെ ഒരു പ്രോഗ്രാമുണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്. അത് ബാംഗ്ലൂർ മദ്രാസിൽ വെച്ചിട്ടാണ് ആ പ്രോഗ്രാം. അത് 27, 28, 29 3 ദിവസമാണ്. വരാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ തിരുമേനിയോട് ഞാൻ വളരെ ഖേദത്തോടെ എൻ്റെ അസൗകര്യമൊക്കെ അറിയിച്ചു. അത് കഴിഞ്ഞ് അധികം വൈകാതെ അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെയാണ് തോന്നുന്നത് നാട്യകോശി എന്നെ വിളിച്ചത്. വെച്ചാൽ ആ പ്രോഗ്രാം മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞത് ഒരുമാതിരി മനുഷ്യനെ ശശിയാക്കുന്ന പരിപാടിയായിപ്പോലെ, അതുമില്ല ഇതുമില്ലാതായി പോയി. എന്നാണെങ്കിൽ നല്ലൊരു കൊട്ടേഷൻ ഒക്കെ വന്നാണ് അതും പോയി. അപ്പൊ ഞാൻ പറഞ്ഞു തിരുമേനി സാറേ ഇങ്ങനൊരു പരിപാടി ഇന്ന് നമ്മുടെ റോയ്സ് തിരുമേനി ചോദിച്ചതാണ്. ഞാൻ സാറിന്റെ പേര് പറഞ്ഞാണ് അതിനകത്ത് മാറേണ്ട വന്നത്. ഞാൻ തന്നെ തിരുമേനിയെ വിളിക്കാം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് നാട്യകോശി സാർ പിന്നെ തിരുമേനിയെ വിളിച്ചു. പിന്നെ ഞാൻ തിരുമേനി ആ പ്രോഗ്രാം മാറി. ഏതായാലും അങ്ങനെയാണ്. അതുകൊണ്ട് വരാനുള്ളതൊന്നും വഴി കണ്ടെത്തില്ല. അത് ഓട്ടോ പിടിച്ചോ വാഴറാറ് പിടിച്ചോ ഇവിടെ എത്തും. അപ്പം ധാരാളം നാടകീയമായ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറത്തുണ്ട് എന്ന് മാത്രമേ പറയാൻ മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് തുടങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു അപ്പവും മുട്ടക്കറിക്ക് ശേഷം ഹെവിയായിട്ടുള്ളതൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഇടവകയുടെ ശുശ്രൂഷ പറ്റിയത് ഇങ്ങനെ അങ്ങ് കുഴഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയല്ലേ. ആ ഒരു ചെറിയ റിലാക്സേഷൻ, നമ്മുടെ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ഭാര്യ ഷീല പറഞ്ഞ റിലാക്സേഷൻ അല്ല, ചെറിയ ഒരല്പം റിലാക്സ്ഡ് ആയിട്ടായിരിക്കും. എന്നാൽ നമ്മുടെ ശുശ്രൂഷയൊക്കെ ബാധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് പങ്കുവയ്ക്കാം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. വലിയ ജാർഗനൊന്നും ഇല്ലാതെ ചില കാര്യങ്ങൾ ചുരുക്കത്തിൽ പറയാമെന്ന് ഞാൻ വിചാരിക്കും. നമുക്ക് എടുത്തിരിക്കുന്ന വിഷയം ഹിയറിംഗ് ഗോഡ്സ് ക്രൈ, ദൈവത്തിന്റെ കരച്ചിൽ കേൾക്കുക എന്നതാണ്. സത്യത്തിൽ അതൊരു ആത്മീയ സങ്കല്പമാണെങ്കിലും തികച്ചും പാസ്റ്ററലാണ്. എന്താണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളെല്ലാം ഇപ്പോൾ ഈ മലബാർ ഭദ്രാസനത്തിൽ വരുന്നത്. ഈ അടുത്തിടെ കാസർഗോഡ് പെരിയ എന്ന് പറയുന്ന സ്ഥലത്ത് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു. CPIM പ്രവർത്തകരാണ് കൊന്നതെന്നും അല്ലെന്നും ഒക്കെ ആരോപണമുണ്ട്. അതെന്റെ വിഷയമല്ല. അപ്പോൾ ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട്ടിൽ KPCC പ്രസിഡന്റ് സന്ദർശിക്കാതെ മുല്ലപ്പള്ളി രാമയ്യ. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് പൊട്ടിക്കരയുന്ന ഒരു രംഗം
ഭയമാണ്. അപ്പോൾ ഈ കരച്ചില് കേട്ടിട്ട് അല്ലെങ്കിൽ അത് കണ്ടിട്ട് നമ്മുടെ ട്രോളർമാരെല്ലാവരും കൂടി അതങ്ങ് ആഘോഷിക്കും. അപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്തോ വലിയ അപരാധം ചെയ്യുന്ന പേരിലാണ്. എടാ, ഒരുത്തൻ രണ്ട് കൊച്ചു കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ കരച്ചിൽ വന്നു. അപ്പോൾ ഈ നമ്മൾ അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് കരയുന്നത് ഒരു വലിയ അപരാധമാണ്. അത് KPCC പ്രസിഡന്റ് കരയാണ്. ഈ ആ ട്രോളിൽ ചില കാര്യങ്ങൾ വളരെ ഇംപ്ലോയിഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു സംഭവമാണ്. നമ്മളതെല്ലാം ട്രോളിയും മാന്തിയും തള്ളിയും ഒക്കെ നമ്മളും അതിനകത്തൊക്കെ ആ ശുശ്രൂഷയിൽ നമ്മുടെ ട്രോൾ ശുശ്രൂഷയാണല്ലോ നമുക്ക് കൂടുതൽ. അപ്പൊ നമ്മൾ ആ ശുശ്രൂഷയിലൊക്കെ നമ്മൾ പങ്കെടുത്താണ്. നമ്മുടെ പാർട്ടി അനുഭാവം അനുസരിച്ച് അത് ചെയ്തു കാണും. KPCC കോൺഗ്രസ്സുകാരാണെങ്കിൽ അത് കുഴപ്പമില്ല, കോൺട്രാക്ട് എടുത്തിരിക്കാൻ തോന്നുന്നത്. അപ്പോ ഞാൻ പറയാൻ ചോദിച്ചു എന്റെ അപ്പൊ ഈ ഒന്നാമത്തെ സെഷന്റെ ചുമ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ പറയുന്നുള്ളത്. അപ്പൊ ഈ ഒരു കൊച്ചു സംഭവം KPCC പ്രസിഡന്റ് കരയും. അപ്പോൾ KPCC പ്രസിഡന്റിന് ഒരു മരണം വേണ്ടി ചെന്നാൽ കരയാണ്. അപ്പോൾ കരയുന്നത് എന്ന് പറയുന്നത് ദൗർബല്യത്തിന്റെ ലക്ഷണമാണ്. കരുത്തൻ എന്ന് പറഞ്ഞാൽ കരയാത്തവനെന്നാണ്. ഇത് നമ്മുടെ അടുത്ത ദിവസം നടന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞു. അപ്പോൾ കരുത്തൻ കരയില്ലേ? ഇപ്പൊ അച്ഛൻ ഞാൻ വിട്ടേരുന്നത് അങ്ങോട്ട് നോക്കണ്ടേ? അപ്പൊ കരയാത്തവനാണോ കരുത്തൻ? ഗൗരവമായി ചോദിക്കണം. കാരണം നമ്മൾ ദൈവത്തിന്റെ കരച്ചിലിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പോൾ KPCC പ്രസിഡന്റ് കരഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ ദുർബലനാണെന്നാണോ അതിന്റെ അർത്ഥം? ദൗർബല്യമാണോ? അതിൽ സ്ത്രീകളാണ് നീ ഇങ്ങനെ ഒരു പെണ്ണുങ്ങളെ പോലെ കരയരുത് എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ ഒരുതരം മുൻവിധി വെച്ചാ പറഞ്ഞത്. എന്താണ് ഒരുമാതിരി പെണ്ണുങ്ങൾ കരയുന്നത്? അപ്പോൾ കരയുന്നത് ആര്? പെണ്ണുങ്ങളാണ്. അപ്പോൾ പൗരുഷത്തിന്റെയും കരുത്തിന്റെയും മനോബലത്തിന്റെയും കരളുറപ്പിന്റെയും നെഞ്ചുറപ്പിന്റെയും ഒക്കെ അടയാളം എന്തു വന്നാലും കരയരുത്. അത് ഒരു കരുത്തിന്റെ പര്യായമായി നമ്മൾ പറയുന്നത്. കണ്ണീരും കരുത്തും ഒരുമിച്ച് പോവില്ല. ഇതാണ് നമ്മുടെ ഒരു സാമ്പ്രദായിക ധാരണ. കരുത്തുള്ളവന് കണ്ണീരില്ല. അതൊക്കെ പെണ്ണുങ്ങൾക്കും ബലഹീനർക്കും ലോലന്റെ അനിയനും ഒക്കെ ഉള്ളതാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ലോല ഹൃദയനാണ്. അപ്പോ കഠിന ഹൃദയം അവനെന്തില്ല? കരച്ചിൽ. ഇനി ഇതിന് കരച്ചിലിനെ ഞാൻ ഈ പറയുന്ന ഒരു ശാരീരിക കരുത്തിന്റെയും കരളുറപ്പിന്റെയും നെഞ്ചുറപ്പിന്റെയും ഒക്കെ പര്യായപദമായിട്ട് കാണാം. അപ്പോൾ കരുത്തും കണ്ണീരും ഒരുമിച്ച് പോവില്ല എന്ന ഒരു സിദ്ധാന്തം. ഇനി ഇതിനൊരു മറ്റൊരു സിദ്ധാന്തം കൂടെ. ഈ പെന്തക്കോസ്ത വിശ്വാസികൾ അല്ലെങ്കിൽ ഭയങ്കര ഈ ആത്മാവ് കയറി മൂത്തു നിൽക്കുന്ന ആളുകളുണ്ട്, കരിസ്മാറ്റിക്. നമ്മുടെ ആസ്മാവ് കേട്ടിട്ടുണ്ട്, അതുപോലൊരു സാധനമാണ് ഈ കരിസ്മ. ഈ എല്ലാ അസുഖമാണ് കരിസ്മാറ്റിക്, ആസ്മാറ്റിക് എന്നൊക്കെ പറഞ്ഞ ഓരോ അസുഖങ്ങളാണ്. അപ്പോൾ ഈ കരിസ്മാറ്റിക് അതിലോട്ടൊക്കെ ചേർന്ന് നമ്മുടെ CSA എന്നൊക്കെ വിട്ട് മൂങ്ങി, ശ്വാസം മുട്ടിയപ്പോൾ മൂങ്ങി, അതിലൊക്കെ ചേർന്ന് ശീലിച്ച പഠിക്കുന്നു. പിന്നെ ഹാലലിയായി ഒക്കെ പറഞ്ഞ് സ്തോത്രമൊക്കെ പറഞ്ഞ് തൊണ്ടയ്ക്ക് വൈബ്രേറ്റർ ഒക്കെ വെച്ച് നടക്കുന്ന ആളുകളും. അപ്പൊ അവരുടെ വീട്ടിൽ മരണമോ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെന്ത് ചെയ്തില്ല? കരയും. അപ്പോൾ അവര് പറയുന്നത് കരച്ചിൽ എന്ന് പറയുന്നത് അവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. നമ്മൾ സാധാരണ കേൾക്കുന്നത് നമ്മളൊരു അങ്ങനെ വളരെ പാസ്വലായിട്ടാണ് പറയുന്നത്. തിരുമേനി എനിക്ക് ഇത് പറയാനാണ് ഇയാളെ വിളിച്ചത്. തിരുമേനി ഇപ്പം മനസ്സിൽ ഇതുകൊണ്ടാണ് ഈ ഹണിമൂണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലുണ്ടാകാവുന്ന കുഴപ്പമൊന്നും. അപ്പോൾ അവിശ്വാസത്തിന്റെ ലക്ഷണമാണോ കരയുക എന്ന് പറഞ്ഞു? നമ്മൾ പറയും നിങ്ങൾ കരയരുത്, എന്നാൽ കരയുന്നത് അവിശ്വാസത്തിന്റെ. അപ്പം കരുത്തും കണ്ണീരും ഒരുമിച്ച് പോവില്ല എന്ന ഒരു പോപ്പുലർ തിയറിയുണ്ട്.
അത് നമ്മുടെ ആൺപോയ്മയും ആണഹത്തയുമായും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന, അതൊക്കെ പിന്നെ പറയാം. രണ്ടാമത്തെ ഒരു പോപ്പുലർ സിദ്ധാന്തം എന്ന് പറയുന്നത് വിശ്വാസി കരയില്ല. കാരണം കരയുന്നവന് പ്രത്യാശയില്ല. കരയുന്നവന് വിശ്വാസത്തിന്റെ തികവിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പക്വത ആർജിച്ചിട്ടില്ല. അപ്പോൾ ഈ രണ്ട് പോപ്പുലർ തിയറികൾ, ഒന്ന് കരുത്തും കണ്ണീരും ഒരുമിച്ച് പോവില്ല. കരുത്തില്ലായ്മയുടെ മാനസിക ദുർബലാവസ്ഥയുടെ ലക്ഷണമാണ് കരമുറപ്പുള്ളവൻ ഒരിക്കലും കരയില്ല. പിണറായി വിജയൻ കരയുമോ? മോദി കരയുമോ? ഒരിക്കൽ കരഞ്ഞായിരുന്നു പാർലമെന്റിൽ ഉദ്ഘാടന ദിവസം. അന്ന് പോലും നമ്മൾ കരയാൻ തുടങ്ങിയ, മനസ്സിലായി? അപ്പോൾ എന്തു വന്നാലും കരയും, കാരണം അത് കരുത്തുള്ളവന് ചേർന്ന്. അപ്പൊ കരുത്തും കണ്ണീരും ഒരുമിച്ച് പോകില്ല എന്ന ഒരു സാമ്പ്രദായിക കാരണം. രണ്ടാമത്തേതാണ് ഞാൻ ഈ പറഞ്ഞത്, കുറച്ചുകൂടെ നമ്മളുമായിട്ട് ചേർന്നിരിക്കുന്നതാണ് വിശ്വാസി കരയില്ല. അപ്പോൾ വിശ്വാസവും കണ്ണീരും ഒരുമിച്ച് പോകില്ല. ഈ രണ്ട് സാമ്പ്രദായിക ധാരണകൾ പ്രബലമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രബലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ താണ്ടട ഒരുത്തം കിടന്ന കാര്യം. ആര്? ദൈവം. നമ്മൾ ആലോചിക്കും, നമ്മുടെ കരച്ചിൽ മാറ്റാനാണ് നമ്മൾ എങ്ങോട്ടിരുന്നത്. അത് ഈ ശബരിമലയിലെ കാര്യം പറഞ്ഞ പോലെയാണ്. കൺട്രോൾ ഇല്ലാത്തവരെല്ലാവരും കൂടെ ശബരിമലയ്ക്ക് പോകുന്നത്. അവിടെ ഇരിക്കുന്ന കൂടി ഒട്ടും കൺട്രോൾ ഇല്ലെങ്കിൽ പിന്നെ ആരോടാക്കി പറയുന്നത്? ഒന്ന് ആലോചിക്കും. തീരെ കൺട്രോൾ ഇല്ലാത്തവൻ 40 ദിവസം കടിച്ചു പിടിച്ച് ഭാര്യയുടെ അടുക്കൽ പോകാതെ ഇറച്ചി മീനെ കഴിക്കാതെ അവനിങ്ങനെ ശ്വാസമൊക്കെ പിടിച്ച് മസിൽ പിടിച്ച് അവിടെ ചെല്ലുമ്പോൾ ഇവന് 40 ദിവസത്തെ കൺട്രോളെങ്കിലും ഉണ്ട്. പുള്ളിക്ക് അത്രയും പോലും ഇല്ല. അവന്റെ വീട്ടിൽ യൗവനയുക്തയായ ഭാര്യയുണ്ട്, പക്ഷെ 40 ദിവസം അവനിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുകയാണ്. ആക്രാന്തവനെ അവസാനിപ്പിച്ച് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുമ്പോൾ ഇവൻ ചെല്ലുമ്പോൾ അവിടെ ഒരുത്തൻ ഇത്രയും പോലും കൺട്രോൾ ഇല്ലാത്തൊരു പാർട്ടി. അപ്പൊ ഈ ദൈവം കരയുന്നു എന്ന് പറഞ്ഞാൽ ഈ വരടി എന്ന് മക്കളത്തോട് പരാതി പറയുന്ന പോലെ നമ്മുടെ കരച്ചിൽ മാറ്റാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പുള്ളി സർവത്തോടെ കരച്ചില്ല. അപ്പൊ ആരോടായി പറയും? എന്തോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെ ഒന്ന് അൺപാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. തുടക്കത്തിൽ തന്നെ ദൈവം കരയുന്നു എന്ന് പറഞ്ഞാൽ ഈ അച്ഛന്മാര് കരയും, കിട്ടും. അവസാനം പോവാസേനത്ത് കളക്ഷന് വേണ്ടി കരയും. ഈ വട്ടപ്പണം പിരിവുണ്ടല്ലോ, ഈ പിരിവെല്ലാം ട്രാൻസ്ഫർ ആകുന്ന ദിവസം വിദേശത്തൊക്കെ ഇരിക്കുന്നവരെ എല്ലാ വീട്ടിലും ഒന്ന് സന്ദർശിക്കും. അമ്മാരൊക്കെ കരയുന്നതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അച്ഛന്മാരെ കരയാണ്. നല്ല ട്രാൻസ്ഫർ ഇടയിലേക്ക് എടുത്തിട്ടൊന്നും കരയാം. എൻ്റെ ഇവനി എന്നല്ലാതെ ഇപ്പോ ഞാൻ ആദ്യം എൻ്റെ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞത് കുണ്ടറ പണിയായിരുന്നു. കുണ്ട്ര എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ ചെന്നിട്ടില്ല. കോൺട്രോയിസ് കൺട്രി, അതുകൊണ്ട് കൺട്രോൾ എന്നാണ് പറയപ്പെടുന്നത്. വേദോസത്തിലുള്ള ഒരു സ്ഥലമാണ്. യെശയ്യാവ് 42 തന്റെ ദാസ ഞാൻ കുണ്ട്രയിൽ നിന്നു. അപ്പൊ ഞാനവിടെ ചെന്ന ദിവസം, ഒന്നാം ദിവസത്തെ ഒന്നാം പാടാണ് തന്റെ ദാസനെ കുണ്ട്രയിൽ നിന്ന് കൂടിയിരിക്കും. ഞാൻ എന്റെ ദൈവമേ, എനിക്ക് പറ്റിയ ലക്ഷണതയാണല്ലോ. അപ്പൊ അവിടെ ഒരു വികാരിച്ചുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് എന്നെ അങ്ങോട്ട് വിട്ടു. ഞാനാണെങ്കിൽ ഇത്രയും പോലും തടിയിൽ ഒരു ശിശു, അച്ഛനാണെങ്കിൽ ഒരു പശു, അത്ര വ്യത്യാസമുണ്ട്. ഭയങ്കര തട്ടിയുള്ള ഒരു ഒത്ത ഒരാളാണ്. വിജയച്ചനൊക്കെ അറിയാം. അപ്പൊ ഒരു 6 അടി പൊക്കവും ഒരു ശബ്ദമൊക്കെ. അച്ഛൻ ഈ മരണ വീട്ടിലൊക്കെ ചെന്ന് സർവീസ് എടുത്ത് കഴിഞ്ഞാൽ മറ്റു കിടക്കുന്നത് പോലെ എടുത്തിരിക്കുന്ന അപ്പൊ ഞാനാണെങ്കിൽ ചെറിയ പോലെ ഒരു സെമിനാരിയിലെ സാമ്പാറെല്ലാം കൂടെ കഴിച്ച് ഉണക്കി ഒരുമാതിരി പോലെയുള്ള പരുവത്തിലാണ് അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോ ഞാൻ വിചാരിച്ച കർത്താവ്, അപ്പൊ ഈ അച്ഛൻ്റെ ഹൈ പിച്ചിലാണ് പ്രാർത്ഥന. എനിക്കറിയാം വൈദ്യുതി എടുക്കുന്നത് അത്രയും പിച്ചിൽ അങ്ങോട്ടൊന്നും മരുന്ന്. അപ്പൊ അത്ര ശാരീരികമായ ക്ഷീണം. എനിക്ക് അച്ഛൻ വലിയ കരുത്തൻ, വില ഉള്ളു. അപ്പോ 1-2 ഞായറാഴ്ച കഴിഞ്ഞ് ഞാനിങ്ങനെ ദൈവമേ, ഈ അച്ഛനോട് എങ്ങനെ നല്ല സ്നേഹമുള്ളതാണ്, പക്ഷെ ഇത്രയും വലിയ ഫിസിക്കും ബലമൊക്കെ ഉള്ള ആള്. അച്ഛൻ കമ്മറ്റിലൊക്കെ ഇരിക്കണം അവിടെ പറഞ്ഞാൽ അവന്റെ ഇരട്ടി കലയിൽ പോകാം ശബ്ദം. ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, അച്ഛൻ വൈകിട്ട് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. ആയിക്കോട്ടെ, ഹോസ്റ്റലിൽ നമ്മൾ അച്ഛൻ പറയും പോരട്ടെ കഴിക്കാൻ, നമ്മുടെ വൈകിട്ട് ഭക്ഷണം ഒന്ന് കഴിക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊരു സിനിമ ഉണ്ടാക്കാം. അപ്പൊ ഈ CD ഒന്ന് ഇറങ്ങിയിട്ടുള്ള കാലം ഞാൻ 99-ൽ അച്ഛനായ കാര്യം. അപ്പൊ ഈ ഗൾഫിൽ നിന്നൊക്കെ വീഡിയോ കാസറ്റ്
ഈസിയാണ്. അപ്പൊ അങ്ങനെയുള്ള സൂപ്പറുണ്ട്. അപ്പോ അതൊക്കെ അപ്പൊ എന്നോട് കൊച്ചമ്മ പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യും. ഞാൻ വൃത്തിയുടെ പടമ്പല്ലോ അപ്പൊ ഉള്ളിൽ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം വികാരിച്ചിനോട് ഇത് കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കാണുന്ന പടമാണോ ഇത്? ഏതായാലും എന്നെ നിരാശപ്പെടുത്തിക്കൊണ്ട് വാത്സല്യം എന്ന് പറയുന്ന സിനിമയായിരുന്നു. ഷക്കീലയുടെ പടമൊന്നും അല്ലായിരുന്നു. ആ വാക്കേ കേട്ടിട്ടില്ല. നമ്മളൊക്കെ അച്ഛന്മാരല്ലേ, എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഥ പറയുന്നത്? നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ അറിയാം. അപ്പോ ലൈറ്റ് ഓഫ് ചെയ്തു. വാത്സല്യം സിനിമ ഉണ്ട്. അപ്പൊ ഞാൻ കൊച്ചമണി ചോദിച്ചു, ഈ സിനിമ കാണുന്നതിന്റെ ലൈറ്റ് ഓഫ് ചെയ്തു. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം, അച്ഛൻ ലൈറ്റ് ഓഫ് അരമണിക്കൂർ കഴിയുമ്പോൾ വേഗം ഞാൻ വിചാരിച്ചെടുക്കൂടെ സാധനം നോക്കിയപ്പോൾ ജീവിക്കാത്തൂടെ പുറത്തുകൂടാ. അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചു, ആരായാലും ഒരു അച്ഛൻ ഇനിയും പോയി ലൈറ്റ് ഇട്ടപ്പോ ഈ 6 അടി പൊക്കമുള്ള അച്ഛൻ ഇത് നേരെ അടിച്ച് കരയുക. അപ്പൊ ഞാൻ ഇയാളെ വെറുതെ എന്നാൽ പിന്നീട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആലോചിച്ചു, എടാ ഒരു അച്ഛന് വേണ്ടി ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? ചുമ്മാ പോയി പോകുന്നതിനല്ല, ഈ കണ്ണിലൊരു നനവുണ്ടാവുക. നമ്മളിങ്ങനെ ഏകദേശം മൂക്കിലടിച്ചിരിക്കുന്നത് നേരത്തെ പരട്ടി അങ്ങനെ കാര്യമൊന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ഈ അച്ഛന് ഒരു സിനിമയിലായിരിക്കാം. നിങ്ങൾ ആ വാത്സല്യ സിനിമ കണ്ടാൽ ഓർക്കും, ചില മനുഷ്യ ബന്ധങ്ങളുടെയും ആ മനുഷ്യ ബന്ധങ്ങളിലൊക്കെ സംഭവിച്ച ചില അപജയങ്ങളുടെയും ആത്മാർത്ഥത മാനിക്കപ്പെടാതെ പോകുന്നതിന്റെയും ഒക്കെ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ മെഴുകുതിരി പോലെ ഒരു കുടുംബത്തിന് വേണ്ടി എരിഞ്ഞിരുന്നു. ഇതെല്ലാം കണ്ടു. അമ്മ മരിച്ചുപോയ ഒരു കുടുംബം. ഇതെല്ലാം കണ്ടിട്ട് ഒരു സിനിമയിലാണെങ്കിൽ പോലും കണ്ണു നനയാത്ത, കരയാൻ മറന്നുപോയ ഒരാൾക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കരയുന്ന ദൈവത്തിന്റെ ശുശ്രൂഷകരാണ്. അല്ലാതെ ഇടവക സംഘത്തിൽ ആഘോഷിക്കുന്ന അട്ടഹാസം മുടങ്ങുന്ന ബന്ധത്തിൽ തന്തയ്ക്കും തമ്മയ്ക്കും വിളിക്കുന്ന അപ്പന്റെ ശുശ്രൂഷകരായി. അപ്പോൾ അപ്പന്റെ കുണം കാണിക്കണം. അപ്പോ നമ്മൾ ആരുടെ ശുശ്രൂഷകരാണ് എന്ന് ചോദിച്ചാൽ, ആഘോഷിക്കുന്ന, അട്ടഹാസം മുഴങ്ങുന്ന, അലറുന്ന, തെറി വിളിക്കുന്ന ഒരു ദൈവത്തിൻ്റെതല്ല. മനുഷ്യന്റെ നൊമ്പരങ്ങൾ ഓർത്ത് നൊമ്പരപ്പെടുന്ന, മനുഷ്യന്റെ സങ്കടങ്ങൾ ഓർത്ത് കരയുന്ന ഒരു ദൈവത്തെ ആ ശുശ്രൂഷിക്കാൻ ഇറങ്ങിയ നമ്മൾ കരഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ? അതുകൊണ്ട് കരയുക എന്ന് പറയുന്നത് അവിശ്വാസത്തിന്റെയോ കരുത്തില്ലായ്മയുടെയോ ലക്ഷണമല്ല. കണ്ണീരെന്ന് പറയുന്നത് അതൊരു ദൈവത്തിന്റെ ഭാവമാണ്. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും. അപ്പോൾ ഞാൻ ഈ വിഷയം ഒന്ന് അൺപാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ഈ ദൈവം കരയുമോ? ഹിയറിംഗ് ഗോഡ്സ് ക്രൈ. അപ്പൊ ദൈവം കരയുമോ? ഇതൊരു പ്രധാന പ്രസക്തമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഈ വിഷയം വളരെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം, ഇതൊരു അടിസ്ഥാനപരമായ, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രബലമായ ദൈവബോധ്യങ്ങളെ ഇത് പൊളിച്ചടുക്കുന്നു, അല്ലേ? ഇപ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മളൊക്കെ ഈ ഹെററ്റിക്സ് ആണ്. ഹെററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെയാണ് നമ്മൾ ഹെററ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ അറിയൂസ്, അല്ലെ? അറിയൂസ് എന്ന് പറഞ്ഞാൽ അത് എന്ന് പറയുന്നത് റായായിട്ട് ഉച്ചരിച്ചില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു അസുഖമായിട്ട് അത് മാറും. അപ്പോൾ അറിയൂസിനെ എന്തുകൊണ്ടാണ് ഹെററ്റിക് ആയിട്ട് പറഞ്ഞത്? കാരണം അയാൾ പറഞ്ഞത് ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരാത്ത കാര്യമാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ ദൈവദൂഷണം നടത്തുന്നവരാണ്. ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് സ്ഥാപിക്കാം. ഈ ദൈവദൂഷണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അപമാനിക്കലാണ്, ദൈവത്തെ കളിയാക്കലാണ്, ദൈവത്തെ പരിഹസിക്കലാണ്. ഇപ്പൊ സന്ധിച്ചു അച്ഛൻ ഇവിടെ ഇരിക്കുന്നു, എനിക്ക് അച്ഛനോട് ഒരു രഹസ്യം പറയാം.
ഒന്നുമില്ല, രാവിലെ എത്ര അപ്പം കഴിച്ചു എന്നൊന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. രഹസ്യം. നിങ്ങൾ ഇത്രയും പേരിയിരിക്കും ഇവിടെ, അച്ഛൻ എന്റെ തൊട്ടടുത്തതില്ല. ഞാൻ അച്ഛനോട് രഹസ്യം പറയുമ്പോൾ ഈ മൈക്കൊക്കെ അങ്ങോട്ട് ഊരിയെടുക്കും. അച്ഛന്റെ ചെവിയുടെ അങ്ങോട്ട് ഉറക്കെ ചോദിക്കാം. അപ്പോൾ അച്ഛൻ ആദ്യം പറയുന്ന കാര്യം എന്തായിരിക്കും? എനിക്ക് ചെവി കേൾക്കാം, പതുക്കെ പറഞ്ഞാൽ മതി. ഇനി അച്ഛൻ അത് എന്നോട് പറയുന്നില്ലെങ്കിൽ അത് കാണുന്ന നിങ്ങൾക്ക് എന്ത് തോന്നും? പാവം സമയത്ത് ഇത്രയുള്ള മനുഷ്യന്റെ കാര്യം ചെവി അടിച്ചു പോകാൻ അധികം നേരമൊന്നും. കാരണം ഞാൻ എന്തിനാ ഇത്ര ഉറക്കെ പറയുന്നത്? അപ്പോൾ ഞാൻ ഉറക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അച്ഛന് കേൾവിക്കുറവുണ്ടെന്നുള്ളത്. ഇത് ഞാൻ പറയാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു അച്ഛന് കേൾവിക്കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ കേൾവിക്കുറവുണ്ട് എന്ന സന്ദേശം നിങ്ങൾക്ക് കിട്ടിയത് എന്റെ തൊട്ടടുത്തിരിക്കുന്ന അച്ഛനോട് ആവശ്യത്തിലധികം ഉച്ചത്തിൽ സംസാരിക്കണം. നമ്മൾ ഇന്ന് പ്രാർത്ഥനയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹെറസിയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഇച്ചിരി ചിരിയായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സന്ധ്യച്ഛന്റെ ചെവിയിൽ ഞാൻ ഉറക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ പറയും, അച്ഛ ഞാൻ പൊട്ടനല്ല, പതുക്കെ പറഞ്ഞാൽ മതി. എന്നാലും ചോദിക്കും, ഞാൻ അച്ഛനെ അപമാനിക്കുകയാണോ? അല്ലേ, അപമാനിക്കാം. നമ്മൾ ഇന്ന് ഈ ആത്മീയതയുടെയും പ്രാർത്ഥനയുടെയും കരിസ്മാറ്റിക്കിന്റെയും ഒക്കെ പേരിൽ കിടന്ന് അലറി വിളിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ കുറിച്ച് വഴിയെ പോകുന്നവർക്ക് കിട്ടുന്ന ഒരു ധാരണ, പാവം ഇവരുടെ ദൈവം ആരാ, പൊട്ടന. ഇത് രഹസ്യമാണോ? അല്ലേ? അതുകൊണ്ടാണ് ഈ മലബാറിലുള്ള ഒരു സ്നേഹിതരുണ്ട്, ഐസത്തീപ്പനെന്നുള്ളത്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ എവിടെയോ എഴുതിയാലോ, പ്രാർത്ഥനയിൽ ചെറുതാകുന്നതേ. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് ഹെറസിയായി മാറാം. എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിന്റെ ഉണ്മയെയും ദൈവത്തിന്റെ സത്തയെയും അപമാനിക്കുന്ന പ്രാർത്ഥനാ രീതികൾ ഹെറസിയാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന എന്തോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സത്യത്തിൽ എന്താണ്? അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ദൈവബോധ്യങ്ങൾ ദൈവത്തെ കുറിച്ച് തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നു. തെറ്റായ ഏത് സന്ദേശവും ഹെറസിയാണ്. അപ്പോൾ ആത്മീയതയുടെ മറവിൽ, ആത്മീയ തീഷ്ണതയുടെ പേരിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത് പലതും ദൈവത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ്. ദൈവം പൊട്ടനല്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥനാ രീതികൾ കേട്ടാൽ തോന്നും ദൈവം പൊട്ടൻ. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ നിലവിളി കേൾക്കാതിരിക്കാൻ തക്കവണ്ണം ചെവിക്ക് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ദൈവത്തെ പൊട്ടനാക്കുന്ന പ്രാർത്ഥനാ രീതികൾ ഹെറസിയാണ്. നേരെ മറിച്ച് നമ്മൾ വളരെ ശബ്ദം കുറച്ച് പതുക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കും, എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അതെ, അധികം ശബ്ദത്തിന് ആവശ്യമില്ല. ദൈവം എന്റെ അടുക്കൽ ഇരിപ്പുണ്ട്. പറയുന്നത് ദൈവം അടുക്കൽ ഇരിപ്പുണ്ടെന്നാ, പക്ഷെ പ്രാർത്ഥിക്കുന്ന കേട്ടാൽ ദൈവം ഹിമാലയത്തിൽ ഇരിക്കുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ഈ വിരോധാഭാസം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും, നമ്മൾ ആ വാക്യം സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 3 പേർ എവിടെ കൂടിയാലും അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരിക്കും. അതല്ല, 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ ഇടയിലുണ്ട്, ഞാൻ നിങ്ങളിലുണ്ട് എന്നൊക്കെ പറയുകയും നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടത് പുള്ളി രാജ്യത്തെ ഇല്ലാതെ. സത്യത്തിൽ ഇന്ന് ഏറ്റവും അധികം ദൈവദൂഷണം പ്രചരിപ്പിക്കപ്പെടുന്നത് പ്രാർത്ഥനയുടെ രൂപത്തിലാണ്. ഞാൻ എന്തിനാണ് പറയാൻ ശ്രമിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റായ ദൈവബോധ്യങ്ങളുടെ തടവറയിലാണ്. ശരിയായ ദൈവബോധ്യങ്ങൾ മാത്രമേ നമ്മളെ ലിബറേറ്റ് ചെയ്യൂ. എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവബോധ്യങ്ങൾ, ദൈവവിശ്വാസങ്ങൾ ലിബറേറ്റീവ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ, സത്യവിശ്വാസമാണ് എന്ന ധാരണയിൽ നാം വെച്ചു പുലർത്തുന്നതെല്ലാം ദൈവദൂഷണങ്ങളാണ്. യേശുക്രിസ്തുവിൽ നാം കാണുന്നത് യഹൂദൻ ഒരു കാലത്ത് കെട്ടിപ്പൊക്കിയ
ദൈവസങ്കല്പങ്ങളെ മുഴുവൻ പൊളിച്ചെഴുതുകയാണ്. നമുക്ക് വീണ്ടും ഈ ഗോഡ്സ് ക്രൈ എന്ന് പറയുന്ന ആ വാക്കിനെ ഒന്നുകൂടെ ഒന്ന് പൊളിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. ഈ പഴയ നിയമത്തിലല്ല, ഈവൻ റോമൻ സാമ്രാജ്യ കാലഘട്ടത്തിലൊക്കെ ഈ ദൈവം സർവശക്തനാണ്. ദൈവത്തെ കുറിച്ചുള്ള ഒരു ദൈവം ഓംനിപൊട്ടന്റ്, ദൈവം ഓംനിഷ്യന്റാണ്. ദൈവത്തിന് അറിയാൻ മേലാത്ത ഒരു കാര്യമില്ല. ദൈവത്തിന് എല്ലാം അറിയാം. ദൈവം എന്ന് പറഞ്ഞാൽ ഈ പഴയ നിയമത്തിന്റെ പ്രയോഗങ്ങളൊക്കെ നോക്കി, വില്ലാളി വീരൻ, യുദ്ധത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ദൈവം, പർവ്വതങ്ങളിൽ വസിക്കുന്ന ദൈവം, സൈന്യങ്ങളുടെ ദൈവം, ഇങ്ങനെയുള്ള വലിയ ഒരു മെഗാ സ്വരൂപമാണ് ദൈവത്തെ കുറിച്ച്. ദൈവത്തിന്റെ ഒക്കെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ പോയി യുദ്ധം ചെയ്യുക, 56 ഇഞ്ചൊക്കെ ഉള്ള വലിയ ശക്തനായ കരുത്തനായ. പക്ഷെ ദൈവത്തെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രബലമാണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഈ നമ്മൾ ജീവിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലപ്പോഴും ദൈവസങ്കല്പങ്ങളെ രൂപപ്പെടും. ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ ബാബിലോൺ സാമ്രാജ്യം, അസീറിയൻ സാമ്രാജ്യം, അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യം, ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ആരുടെയൊക്കെ അടിമകളായിരുന്നു, അവിടെയൊക്കെ ഉണ്ടായിരുന്ന ദൈവസങ്കല്പങ്ങൾ ഇവരെയും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവം ഓംനിപൊട്ടന്റാണ്. ഓംനിപൊട്ടന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒന്നിനാലും സ്വാധീനിക്കപ്പെടില്ല. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നിഷ്പക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ ഭയങ്കര നമുക്കിപ്പോ ഒരു നമ്മുടെ സംഘികൾ സാധാരണ പറയുന്ന, നമ്മുടെ നാട്ടിലെ പറഞ്ഞാൽ ശരിയാവും, ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ടവരായിരിക്കുമല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ള. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ഗിയർ മാറി പിടിക്കുന്നത്. അപ്പോൾ ഈ നരേന്ദ്രമോദി ആ പാർട്ടിയുള്ളവരുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, ചെറിയ മുമ്പൊക്കെ കണ്ടിട്ട് അപ്പോ ഇപ്പൊ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത്, ഞാൻ ഉദാഹരണം പറഞ്ഞോളൂ, ഭയങ്കര കരുത്തനാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, എന്ത് വന്നാലും ചില നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ആര് നിലവിളിച്ചാലും, ആര് കരഞ്ഞാലും, ആര് പരാതിപ്പെട്ടാലും, ആര് സങ്കടപ്പെട്ടാലും നീതിയുടെ പേരിൽ അല്ലെങ്കിൽ നീതി നടപ്പിലാക്കുന്നു എന്ന പേരിൽ ഒത്തിരി കാര്യങ്ങൾ അവരെ ഒന്നിനും, അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് അപ്പത്തീയാണ് എന്ന് പറഞ്ഞാൽ, ഒന്നിനും എന്നെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. സങ്കടമാകട്ടെ, സന്തോഷമാകട്ടെ, ആർക്കും ഒരു മനുഷ്യനും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരാളെയാണ് നമ്മൾ സർവശക്തൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഓംനിപൊട്ടന്റ് ദൈവം, ആ ദൈവം കരയുന്നു. അപ്പം ഈ ദൈവം കരയുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ദൈവത്തിന്റെ ശക്തിയെ ദുർബലപ്പെടുത്തുന്നു. സർവശക്തനായിരിക്കുന്ന ഓംനിപൊട്ടന്റ് ആയിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തിന് കരയാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ദൈവം കരയുന്നത് എപ്പോഴാണ്? ദൈവം ഹെൽപ്ലെസ് ആകുമ്പോഴാണ്. അപ്പൊ ദൈവം ഓംനിപൊട്ടന്റ് ആണ്, പക്ഷെ എത്ര ഓംനിയാന്ന് പറഞ്ഞാലും പൊട്ടനാന്ന് പറഞ്ഞാലും ചില സമയത്ത് ഹെൽപ്ലെസ് ആയിട്ട്. അങ്ങനെ ദൈവത്തിന്റെ ഗതികേടിന്റെ സമയം, ദൈവം ഇങ്ങനെ രാവിലെ എഴുന്നേറ്റാ ഇന്ന് ഇച്ചിരി കരയാണെന്ന് അടിച്ചിട്ട് അങ്ങനെ അവ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉറക്കത്തിലും എല്ലാം 24 ദൈവത്തിന്റെ ഓംനിപൊട്ടൻസ്, ദൈവത്തിന്റെ സർവശക്തി, അതും ഈ ദൈവത്തിന്റെ കാര്യത്തിനും കൂടെ എങ്ങനെ ഒത്തുപോകും? രണ്ട്, ഇനി അഥവാ ദൈവം എപ്പോഴും കരയുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ദൈവം കരയുന്നത്? ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണോ ദൈവം കരയുന്നത്? ദൈവത്തിന്റെ ഒരു ഹെൽപ്ലെസ്നെസിന്റെ, ദൈവത്തിന്റെ ഒരു നിസ്സഹായതയുടെ ലക്ഷണമാണോ ദൈവത്തിന്റെ കരച്ചിൽ? അതോ ദൈവത്തിന്റെ കരച്ചിൽ എന്ന് പറയുന്നത് ലിബറേറ്റീവാണ്? അപ്പോൾ ദൈവത്തിന്റെ ഏത് ഭാവത്തിലാണ് നാം കരച്ചിലിനെ ഉൾപ്പെടുത്തുന്നത്? സർവശക്തിയാണോ? അതോ ദൈവം നിസ്സഹായനാകുമ്പോഴാണോ? അതോ
ലിബറേറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ സ്വഭാവത്തിലാണോ നാം കരച്ചിലിനെ ഉൾപ്പെടുന്നത്? ഇതാണ് ഞാൻ ആദ്യമായി ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലെ ഈ വിഷയം ഒന്ന് അൺപാക്ക് ചെയ്യുമ്പോൾ പറയാൻ ശ്രമിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ പതുക്കെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ദൈവത്തെക്കുറിച്ച് എല്ലാ കാലത്തും ചില ധാരണകളുണ്ടാവും. ആ ധാരണകളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതാണ് സത്യവിശ്വാസം. ഉദാഹരണത്തിന് അബ്രഹാമിന്റെ വിളി നമുക്കെടുക്കാം. അബ്രഹാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തീർച്ചയായും ഒരു ദൈവസങ്കല്പമാണ്. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നാണ്. അപ്പോൾ അവിടെ അബ്രഹാം അതുവരെ ആരാധിച്ചു പോകുന്ന ദൈവം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക ദൈവമാണ്, ലോക്കൽ ഡീറ്റിയാണ്. നമുക്കറിയാം, നമുക്കൊരു ഈ വിസ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ടാണെങ്കിൽ ഒരു അതിർത്തി കഴിക്ക് അപ്പുറത്ത് പോകാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ പുരാതന കാലത്ത് അല്ലെങ്കിൽ അബ്രഹാമിനെയൊക്കെ ദൈവം വിളിക്കുന്ന കാലത്ത് ദൈവങ്ങളെല്ലാം ലോക്കൽ ഡീറ്റീസാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറിയയ്ക്ക് അപ്പുറം നമുക്ക് യാതൊരു കൺട്രോളില്ല. നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ ദൈവസങ്കല്പങ്ങളിലും ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണാം. ഈ മഴ പെയ്യുന്ന ദൈവത്തിന് വെയിലിന്റെ മേൽ കൺട്രോളില്ല. മനസ്സിലായി? ഈ വെയിലുള്ള ദൈവത്തിന് സമുദ്രത്തിന്റെ മേൽ കൺട്രോളില്ല. അപ്പൊ അങ്ങനെ ദൈവത്തിന് ഓരോ ജോലി കൊടുത്തിരിക്കും, ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മളിപ്പോ വാട്ടർ റിസോഴ്സസ് മിനിസ്റ്റർ, പിന്നെ പബ്ലിക് വർക്ക്സ് മിനിസ്റ്റർ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ജൂറിസ്ഡിക്ഷൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അബ്രഹാം അതുവരെ ആരാധിച്ചിരുന്ന ദൈവം ഒരു ലോക്കൽ ഡീറ്റിയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ടെറിറ്റോറിയലാണ് ദൈവം. ഒരു ദേശത്തിന്റെ, നമ്മുടെ നാട്ടിലുള്ള ഒരു കാവെന്നൊക്കെ പറയുമ്പോൾ ആ ഏരിയയിലുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടി ഒന്നും കുടിക്കാൻ അപ്പുറത്തുള്ളവന്റെ കാറ്റ് പോയാലും പുള്ളിക്ക് വിഷയമില്ല. കാരണം അത് വേറെ ജൂറിസ്ഡിക്ഷൻ. നമ്മുടെ പോലീസുകാരെ കണ്ടിട്ടില്ലേ? ഒരു മന്ത്രി വരുമ്പോൾ അവരുടെ ജൂറിസ്ഡിക്ഷൻ വരുമ്പോൾ പോലീസ് വണ്ടി നിർത്തും, എന്നിട്ട് ബാക്കി ഇയാൾ പോയിക്കോളാൻ പറയും. കേരളം മുഴുവൻ ഒരു സർക്കിളിൽ നടക്കാൻ പറ്റത്തില്ല, കാരണം അയാൾക്കൊരു സർക്കിൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സർക്കിൾ എന്ന് പറയും. സർക്കിളിനകത്ത് കിടക്കുന്നവരെയാണ് സർക്കിൾ എന്ന് പറയും. മനസ്സിലായി? അപ്പോ ദൈവം എന്ന് പറയുന്നതും ഇങ്ങനെ ഒരു സർക്കിൾ, ഒരു ലോക്കൽ ഡീറ്റിയാണ്. അവിടെ ഇരിക്കത്തുള്ള ദൈവം, കുടിയിരിക്കുന്ന ദൈവം, ലോക്കൽ ദൈവം, ടെറിറ്റോറിയലായ ദൈവം, അല്ലെങ്കിൽ ഒരു കൾട്ടിക് ദൈവം, കുറച്ചുകൂടെ പറഞ്ഞാൽ ഒരു എത്നിക് ദൈവം, ഒരു വംശത്തിന്റെ, ഒരു ദേശത്തിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം. അപ്പോൾ ഈ ദൈവത്തിന് ഒരു പ്രത്യേകത, ആ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മൾ ദൈവം ഇരിക്കുന്നിടത്ത് ചെയ്യണം. കാരണം പുള്ളിക്ക് അവിടെ ആക്ട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ നമ്മളൊരു ക്രൈം നടന്നാൽ, ആലുവയിൽ നടക്കുന്ന ഒരു ക്രൈം, ഇപ്പൊ ദിലീപിന്റെ കേസ് ആലുവയിലാണ് അത് കോടതിയിലെടുക്കും. കാരണം എന്തുകൊണ്ടാണ്? അത് ആലുവയുടെ ജൂറിസ്ഡിക്ഷനിൽ നടന്ന ഒരു സംഭവമായിരുന്നു. അത് നമുക്ക് എറണാകുളം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെയുള്ള ഈ ദൈവസങ്കല്പങ്ങളുടെ പ്രശ്നം, ഈ ദൈവത്തിന് ആക്ട് ചെയ്യണമെങ്കിൽ ആ ദൈവത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ നമ്മൾ ചെല്ലണം. ഈ പല തീർത്ഥാടനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സങ്കല്പങ്ങളാണ് വെച്ച് പുലർത്തുന്നത്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന പരുമലയായാലും മണർകാടായാലും വേളാങ്കണ്ണി ആയാലും മലയാറ്റൂരായാലും, കാരണം ആക്ട് ചെയ്യണമെങ്കിൽ എവിടെ ചെല്ലണം? വേളാങ്കണ്ണിയിൽ പുള്ളിക്കുന്ന പ്രശ്നം വേളാങ്കണ്ണിയാണ് ജൂറിസ്ഡിക്ഷൻ. പരുമല തിരുമേനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആലുവയിൽ ഇരുന്ന പറ്റത്തില്ല. സോറി, അത് ആലുവ വേറെ വേറെ ഈ എന്തുവാ പുണ്യാളന്റെ ഏറിയ. മനസ്സിലായി? അപ്പൊ ഓരോ പുണ്യാളനെ ഏറിയ തിരിച്ചു കൊടുത്തിരിക്കുക. അപ്പോൾ പരുമല ചെന്നാൽ ആക്ട് ചെയ്യുന്ന ഒരാൾ, വേളാങ്കണ്ണി ചെന്നാൽ, മണർകാട് ചെന്നാൽ, ഞങ്ങൾക്ക് പിന്നെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മരാമണ പറഞ്ഞൊരു സാധനം സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ചെയ്തു. അപ്പോ ആക്ട് ചെയ്യണമെങ്കിൽ ആ ദൈവത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ ചെല്ലണം. സത്യത്തിൽ നമ്മൾ ഈ 2018 ദൈവവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് മഞ്ഞനിക്കരയും പരുമലയും വേളാങ്കണ്ണിയും മണർകാടും പരുമലയും മാരാമണ്ണും ഒക്കെ സീസേക്കൽ പറഞ്ഞത് കഴിക്കുന്നുണ്ട്. ചുമ്മാ അല്ല നിങ്ങൾ രക്ഷപ്പെടാം. ഏതെങ്കിലും ഒരു ഏരിയയിലുള്ള രക്ഷപ്പെടുന്നത്. ഞങ്ങൾ നമ്മളെന്ന് പറഞ്ഞാൽ മാരാമണ്ണി എന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും. പക്ഷെ അവിടെ വരുന്നത്
എല്ലാവരും അതാണ് കുഴപ്പം. എവിടെ ഓരോ അപ്പൊ നിങ്ങൾ ആലോചിക്കും, നമ്മൾ ഈ തീർത്ഥാടനമൊക്കെ പറഞ്ഞ് 2018 നടത്തുന്നത് അബ്രഹാം ഏത് വിശ്വാസത്തെ മുൻപിട്ടാണോ പോകുന്നത് ആ പ്രിമിറ്റീവായ പ്രാചീനമായ ഒരു വിശ്വാസധാര തന്നെയാണ് നമ്മൾ ഇന്ന്. കാരണം ടെറിറ്റോറിയലായി ആക്ട് ചെയ്യുന്നതിന്റെ ലോക്കൽ, എത്നിക്, കൾട്ടിക് ദൈവം. എന്നാൽ ഈ യാത്ര ചെയ്തെന്ന് പറയുമ്പോൾ ഊരിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തെ കുറിച്ചുള്ള ഒരു പുതിയ ബോധ്യത്തിലേക്കുള്ള എഴുത്തുചാട്ടമാണ് അബ്രഹാം നടത്തുന്നത്. അപ്പോൾ കൾട്ടിക്, ടെറിറ്റോറിയൽ, എത്നിക്, ലോക്കൽ ദൈവം, ഊര് എന്ന് പറയുന്ന പട്ടണത്തിൽ മാത്രമുള്ള ആളുകളുടെ ദൈവം, അവിടെ മാത്രം ആക്ട് ചെയ്യുന്ന ദൈവം, അങ്ങനെയുള്ള ഒരു ദൈവത്തിൽ നിന്നും അബ്രഹാം യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ അബ്രഹാം യാത്ര ചെയ്യുമ്പോൾ അബ്രഹാം ഒരു പുതിയ ദൈവബോധ്യം, നമ്മൾ അവിടെ കാണുന്നത് അബ്രഹാമിന്റെ യാത്രയാണ്. അപ്പോൾ ഒരു കൾട്ടിക് ദൈവത്തിൽ നിന്നും ഒരു മൈഗ്രേറ്റിംഗ് ദൈവത്തിലേക്കുള്ള മാറ്റമാണ്. അപ്പോൾ നമ്മൾ ഈ വേദപുസ്തകം വായിക്കുന്ന സമയത്ത് ദൈവബോധ്യങ്ങളുടെ തന്നെ നിരന്തരമായ പൊളിച്ചെഴുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ദൈവബോധ്യങ്ങളെ കുറിച്ചുള്ള വ്യവഹാരങ്ങളുടെ നിരങ്കുശമായ ഇടപെടലിലൂടെയാണ് നമ്മൾ ദൈവബോധ്യങ്ങളെ കുറിച്ചുള്ള വ്യക്തതയിലേക്കും പക്വതയിലേക്കും ഒക്കെ എത്തുന്നത്. അപ്പോൾ സംഭവിച്ചു വളരെ കൾട്ടിക്കായ, ടെറിറ്റോറിയലായ ഒരു തീർത്ഥാടകൻ ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ദൈവസങ്കല്പത്തിൽ നിന്നും ഒരു മൂവിങ് മൈഗ്രേറ്റിംഗ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനോടൊപ്പം യാത്ര ചെയ്യുന്ന ദൈവം. അതുകൊണ്ടാണ് ഈ ഗോപിയോസത്തിന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് തന്നെ സഞ്ചാരിയുടെ ദൈവം അല്ലെ. അത് ഈ ബ്രദർമാന്റെ ഒക്കെ കമന്റുകൾ വായിക്കുമ്പോൾ ജേർണിയിങ് ഗോഡ്. അപ്പോൾ നമുക്ക് തോന്നും, അതുകൊണ്ടാണ് ഈ സോജേണിങ് ഗോഡ്, ജേർണിയിങ് ഗോഡ്. അപ്പോൾ ദൈവം സഞ്ചരിക്കുമോ? അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു ദൈവസങ്കല്പം മനുഷ്യൻ സഞ്ചരിക്കും, ദൈവം സ്റ്റാറ്റിക്കാണ്. Only people journey, God remains static. ശ്രദ്ധിച്ചപ്പോൾ ഇവിടെയാണ് അബ്രഹാമിന്റെ വിളിയുടെ സാധ്യത. ഒരിടത്ത് കുടിയിരിക്കുന്ന, അതായത് ഒരു കുടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുടിയുടെ ദൈവം എന്നാണ് നമ്മൾ പറയുന്നത്. കുടിയിരിക്കുന്ന ദൈവം കുടിയേറി പാർക്കുന്ന ദൈവമായി മാറുക. അപ്പോൾ കുടിയിൽ നിന്നും കുടികൾ ഇങ്ങനെ ഏറി പോവുകയാണ്. അപ്പോൾ അബ്രഹാമിന്റെ വിളിയിൽ നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ദൈവം ഒരു കുടിയുടെ ദൈവമല്ല, ദൈവം ഇങ്ങനെ കുടിയേറി നടക്കുന്ന ദൈവം. എന്തൊരു വ്യത്യാസം! അതുകൊണ്ട് സംഭവിക്കുന്നത് ഈ ദൈവ സാന്നിധ്യത്തിന്റെ ജനാധിപത്യവൽക്കരണമാണ് അവിടെ. ഒരു സാങ്കേതിക വാക്ക് ഉപയോഗിച്ച എന്റെ വിചാരത്തിൽ ബ്രദർമാരാണ് ഉപയോഗിക്കുന്ന വാക്ക്. ഞാനത് മലയാളത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഒരു കുടിയുടെ ദൈവം, കുടിയിരിക്കുന്ന ദൈവം കുടിയേറി പാർക്കുന്ന ദൈവമായി മാറുക. നമ്മുടെ കുറച്ചുകൂടെ ഒരു സാങ്കേതിക കട്ടിയുള്ളൊരു വാക്കിരിക്കട്ടെ, അതിനുവേണ്ടി പറഞ്ഞാണ് ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ഗോഡ്സ് പ്രസൻസ്. എച്ചന്മാരുടെ മീറ്റിംഗിൽ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം, കട്ടി. ഞാൻ പണ്ടൊരു ക്ലർജി കോൺഫറൻസിന് പോയപ്പോൾ ഞാനൊരു ഇംഗ്ലീഷിലൊരു കാര്യം പറഞ്ഞു. നമ്മുടെ ശശി തരൂരൊക്കെ പറയുന്നത് റൂസിനോസിന്റെ ഗ്രീറ്റിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഗുണമാണ്. അപ്പൊ ഞാൻ എപ്പോഴാണ് പറഞ്ഞു സിൻക്രമൈസ്ഡ് ഇൻക്രിമെന്റൽ പ്രൊജക്ഷൻ ഓഫ് ദ മാൽബ്രൂയിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് പ്രോമലൈസ്. അച്ഛന്മാർ അഗ്രി പോയതല്ലാതെ. എന്നാൽ ഇത് എന്താണെന്ന് ഒരച്ഛൻ പോലും വന്ന് ചോദിച്ചില്ല. കാരണം ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള ക്ലാസ് എടുക്കാൻ വിവാഹാരം പറയും പള്ളിയിലച്ഛന്മാരെ. കാരണം നമുക്ക് കേട്ട് ശീലമില്ല. നമ്മൾ പ്രസംഗിക്കാത്ത സമയത്തല്ല നമ്മൾ ഉറങ്ങിയാണ് നമ്മുടെ വലിയ പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ. പിന്നെ അവസാനം എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഉദാഹരണത്തെ കുറിച്ചായിരിക്കും. പണ്ട് ഇതുപോലെ ഒരിടത്തൊരു ക്ലർജിക്കോടത്തെ ക്ലാസ് മൊത്തമായിട്ട്. അപ്പൊ ഞാൻ ഈ യൂഹാനോൻ തിരുമേനി ഒരു ദിവസം കുർബാനയ്ക്ക് പോയപ്പോൾ കൈ കൊടുത്തോണ്ടാ പോയത്, പാനിടാൻ പോയി. ഞാൻ ഇങ്ങനെ ഉറങ്ങാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊരു കഥയൊക്കെ പറയുള്ളൂ. അവസാനം ക്ലാസ് എടുത്തത് എങ്ങാനും തിരുമേനി മുൻകൊടുത്തത് ശരിയായി.
അതിൽ പിന്നെ ഞാൻ എപ്പോഴും പറയും, ചർച്ച വരുമ്പോൾ ഉദാഹരണത്തെ കുറിച്ച് ചർച്ചയില്ല. അത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നത്. തിരുമേനി കൊടുക്കും, പുള്ളി കൊടുക്കാതെ വേണ്ടായിരുന്നു പോകാൻ, എന്തെങ്കിലും കൊടുത്തോണ്ട് പോയല്ലോ എന്നല്ല ആശ്വസിക്കാൻ വേണ്ടി പോട്ടെ. ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ഗോഡ്സ് പ്രസൻസ്. അപ്പോൾ അബ്രഹാമിന്റെ വിളിയിൽ ഒരു പുതിയ ദൈവം. നമ്മൾ ശ്രദ്ധിച്ചു, പഴയ നിയമ ചരിത്രം എന്ന് പറയുന്നത് പുതിയ പുതിയ ദൈവബോധ്യങ്ങളുടെ വെളിപാടുകളാണ്. അപ്പോൾ അബ്രഹാമിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ദൈവബോധ്യം എന്ന് പറയുന്നത് കുടിയിരിക്കുന്ന ദൈവമല്ല, കുടിയേറി പാർക്കുന്ന എ ഗോഡ് ഹു ഈസ് ഏബിൾ ടു മൂവ്. അപ്പം സഞ്ചരിക്കണമെങ്കിൽ ആര് കൊണ്ടുപോകണം? കാരണം ദൈവത്തിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ ഈ സമാഗമന കൂടാരം എന്നൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം അതാണ്. ഇത് ആരെങ്കിലും ചുമന്നുകൊണ്ട് പോയി ചുമക്കുന്നവൻ ചുമക്കുക. അപ്പോ സത്യം അത് തന്നെയാണ് യശയാപ്രവചനം വായിക്കുമ്പോൾ പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ദൈവത്തെ ചുമക്കുന്നത്? ദൈവത്തെ ചുമക്കേണ്ട, അവൻ ചമയ്ക്കുന്നവനാണ്. ചുമക്കുന്ന ദൈവമുണ്ട്, ചമയ്ക്കുന്ന ദൈവമുണ്ട്. വെളിപാട് പുസ്തകത്തിൽ വിഗ്രഹാരാധനയെ കുറിച്ച് പറയുമ്പോൾ രസകരമായി പറയുന്ന ഒരു നിർവചനമാണ്. ഇവനിരിക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞുകൂടാതാണ്, വെറുതെ ഇവിടെ സൂചിപ്പിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. അതൊരു പഴങ്കല്ലാണ്, അതൊരു കൊല്ലക്കൂടി സൂചിപ്പിക്കേണ്ട എന്ന് പറയുന്നത്. തിരുമേനിയിരിക്കുമ്പോൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ പറയുന്നത് ഒരു സന്തോഷത്തിന് വേണ്ടിയൊക്കെ പറയുന്നതാണ്. പോട്ടെ. അപ്പോ കുടിയിരിക്കുന്ന ദൈവം കുടിയേറിപ്പാണ്. ഞാൻ എന്തിനാണ് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ ഉണ്ടായിരുന്ന ദൈവബോധ്യങ്ങളിൽ നിന്നും ഒരു പുതിയ ദൈവബോധ്യം, ജനാധിപത്യവൽക്കരണം, ദൈവ സാന്നിധ്യത്തിന്റെ ഒരു ജനാധിപത്യവൽക്കരണം. രണ്ടാമത് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സത്തയെ തന്നെ, ഒന്ന് ദൈവത്തിന്റെ ഒരു മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു തിരിച്ചറിവ്. രണ്ടാമത്തേത് ദൈവത്തിന്റെ എസൻസുമായി ബന്ധപ്പെട്ട, ദൈവത്തിന്റെ ഉണ്മയുമായി ബന്ധപ്പെട്ട, ദൈവത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒന്ന്. അതാണ് ഈ പുറപ്പാട് പുസ്തകം. ഈ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ഉണ്മ എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവാണ്. അപ്പോൾ ദൈവത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് സംവാദാത്മകമാണ്, സർഗാത്മകമാണ്. അതായത് അല്ലാതെ അതൊരു ക്ലോസ്ഡ് എസൻസ് അല്ല. ദൈവത്തിന്റെ സത്ത എന്ന് പറയുന്നത് എപ്പോഴും ഇന്ററാക്റ്റീവാണ്, ഇന്റർ സബ്ജക്റ്റീവാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ നമ്മൾ ഈ പുറപ്പാട് ദിവസം വായിക്കുമ്പോൾ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ വേദന ഞാൻ. ഇപ്പോൾ 3 വാക്കുകളാണ്: കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന ദൈവം. അപ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു എസൻസ് ഉണ്ട്. നമ്മൾ ഓർക്കേണ്ടത്, ഈ പുറപ്പാട് പുസ്തകം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മിസ്രൈമ്യ സാമ്രാജ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ദൈവസങ്കല്പം മോശയ്ക്ക് വെളിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ ഫറവോനാണ് ദൈവം. ഈ ഫറവോനാണ് ദൈവം എന്ന് പറഞ്ഞാൽ ഫറവോന്റെ ഒരു കരുത്തുണ്ട്, ഫറവോനെ ആർക്കും ഒന്നും സ്വാധീനിക്കാൻ പറ്റത്തില്ല. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ദൈവസങ്കല്പമാണ്, ഒരു ഇന്ററാക്റ്റീവ് എസൻസ്. ദൈവം ആരാണ് എന്ന് ദൈവം തന്നെ തന്നെ മനസ്സിലാക്കുന്നത് ഇന്ററാക്ഷൻസിലൂടെ. നമ്മൾ അച്ഛന്മാർ, നമ്മൾ അച്ഛനാണെങ്കിൽ നമ്മളെ ആരെങ്കിലും അച്ഛൻ വിളിക്കാനുണ്ടാവണ്ടേ? നമ്മളെ ഓരോരുത്തർ കൊച്ചാന്ന് വിളിച്ചാൽ നമ്മൾ അച്ഛനാവും. നമ്മളെ നാട്ടുകാരെന്ത് വിളിക്കുന്നു അതാണ് നമ്മൾ, അല്ലേ? അല്ലെങ്കിൽ എന്ന്. അപ്പോ ഈ നമ്മൾ നമ്മുടെ സത്ത കണ്ടെത്തേണ്ടത് ഇത്തരത്തിലുള്ള ഇന്ററാക്ഷൻസിലൂടെയാണ്. അവിടെ ദൈവത്തിന്റെ സത്ത, മറ്റൊരു പറഞ്ഞാൽ ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ഡിവൈൻ എസൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ എന്റെ ജനത്തിന്റെ നിലവിളി നമ്മളിവിടെ ഹിയറിംഗ് എന്നാണ്, അതെനിക്കൊന്നൊരു പുറപ്പാടിന്റെ ടോണിൽ വരുന്നതാണ്. ഞാൻ കേട്ടു, ഞാൻ കണ്ടു, ഞാൻ അറിയുന്നു. ദൈവം എങ്ങനെയാണ് മനുഷ്യന്റെ വേദന അറിയുന്നത്? എങ്ങനെയാണ് അറിയുന്നത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാണണമെങ്കിൽ, ഒരു കാര്യം കേൾക്കണമെങ്കിൽ, ഒരു കാര്യം അറിയണമെങ്കിൽ അതിനൊരു രൂപവും ഭാവവും ഒന്നും. എന്റെ കരച്ചില് എന്റെ അമ്മ മരിച്ചുപോയ അമ്മച്ചി കേൾക്കുന്നു നമ്മൾ പറയും ഇല്ല. എന്നാൽ എന്റെ അമ്മ എനിക്ക് വിശക്കുമ്പോ
ഞാൻ വിശക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വിശപ്പ് അറിയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, അമ്മയ്ക്ക് നേരത്തെ വിശന്നിട്ടുണ്ട്. രണ്ട്, ഞാൻ അമ്മയുടെ ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ കരച്ചിൽ ദൈവം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് സെൻസിലാണ് നമ്മൾ അതിനെ അർത്ഥമാക്കുന്നത്? ഏത് സെൻസിലാണ്? ഈ യേശുവിന്റെ ക്രൂശാരോഹണ സമയത്ത് കുറച്ച് സ്ത്രീകളെല്ലാം കൂടെ കൂടി അവരെ നമ്മുടെ കൊട്ടേഷൻ അവരായിട്ട് കരയാൻ തീരുമാനിച്ചു. കുറച്ച് പേരെ കൂടി കരഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, പ്ലീസ് നിങ്ങൾ എന്നെ ഓർക്കുന്നു. നമുക്കൊക്കെ കുഴപ്പമില്ല, നമ്മളെല്ലാം ആരെ ഓർത്താ കരയുന്നത്? ദൈവത്തെ ഓർത്ത് കരയും. പണ്ട് ഒരു പാസ്റ്റർ, സാധാരണ ബന്ധുക്കൂസിലെ പാസ്റ്റർമാരാണ് രസകരമായി പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ ഒരു പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ പറയാം, ഇന്ന് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് ദൈവം വിളിച്ചിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവരുണ്ട്, രണ്ട് ദൈവത്തെ വിളിച്ചോണ്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവരുണ്ട്. സത്യത്തിൽ അത് ഒന്നര സാധനം. ഇത് തമ്മിൽ രാത്രി പകലും പോലെ വ്യത്യാസം. ദൈവം വിളിച്ചിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവരുണ്ട്, ഇറങ്ങിയിട്ട് ദൈവത്തെ വിളിക്കുന്നവരുണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ട്രാൻസ്ഫറിന്റെ സമയത്ത് നോക്കിയാൽ മതി. ദൈവം വിളിച്ചതാണോ ദൈവത്തെ വിളിച്ചോണ്ട് ഇറങ്ങിയാണോ? ആ സമയത്ത് നമ്മുടെ പരാക്രമവും ആക്രമണവും കാണുമ്പോഴറിയാം ദൈവം വിളിച്ചതല്ല, ദൈവത്തെ വിളിച്ചോണ്ടിറങ്ങി. ദൈവം വിളിച്ചിട്ട് ഇറങ്ങുന്നത് ദൈവത്തെ വിളിച്ചോണ്ട് ഇറങ്ങുന്നത് നമുക്ക് ഒത്തിരി വ്യത്യാസം. നമ്മളത് ഇറങ്ങുക, അല്ലെങ്കിൽ നമ്മളത് വിളിക്കുക. ചില കള്ളന്മാര് പൊട്ടിക്കാൻ ഇറങ്ങുന്നത് അങ്ങനെയാണോ? എന്റെ ചോദ്യം, ദൈവം കരയുന്നു എന്നൊക്കെ നമ്മുടെ പ്രധാന വിഷയം. ദൈവം കരയുന്നു തന്നെ. ദൈവം എങ്ങനെ കരയുന്നു? ദൈവത്തിന് എങ്ങനെയാ നമ്മുടെ വേദന ഫീൽ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം എന്റെ മരിച്ചുപോയ അപ്പൻ എന്റെ കൂടെ അപ്പന് ഫീൽ ചെയ്യാൻ പറ്റും എന്റെ വേദന. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് എന്നതുകൊണ്ടാണോ ദൈവം നമ്മുടെ വേദന ഫീൽ ചെയ്യുന്നത്? എങ്ങനെയാ ദൈവത്തിന് കരയാൻ പറ്റുന്നത്? അല്ല, അതെങ്ങനെയാണ് ചോദിക്കുന്നത്. വേദന എങ്ങനെയാ ദൈവം അറിയുന്നത്? ആ ഒരു ബന്ധം ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ടല്ലോ. ഇപ്പൊ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ അപ്പന് വേദനിക്കുമ്പോൾ എനിക്ക് വേദനിക്കണമെങ്കിൽ ആ ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ സ്നേഹത്താലായിരിക്കാം. ദൈവത്തിന്റെ മക്കളാണ് നമ്മളെന്ന് പറയുന്നത് ഇതുകൊണ്ടായിരിക്കാം. സ്നേഹം മാത്രമാണോ? സ്നേഹം മാത്രം ഉണ്ടെങ്കിൽ വേദന അറിയണമെന്നില്ല, നിർബന്ധമില്ല. ഈ സ്നേഹം എപ്പോഴാണ് നമ്മൾ പറഞ്ഞ ഈ അമ്മയുടെ സ്നേഹത്തോളം അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു കൊച്ചിനെ അറിയാവുന്നതിന് അത്രയും വേറെ ആർക്കും അറിയത്തില്ലെന്ന് പറയുന്നത്, സ്നേഹമുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ബയോളജിക്കലും കൂടെയാണ് അമ്മയുമായിട്ടുള്ളത്. ഒരു ബോഡി ആയതുകൊണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനാണ് ഞാൻ ആദ്യം ദൈവത്തിന്റെ ഇന്ററാക്റ്റീവ് എസൻസ് പറഞ്ഞത്. ദൈവം എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ജീവനുള്ളതിലെല്ലാമാണ്. ഇതിന് പുറത്ത് ദൈവത്തിന് വേറെ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള എക്സിസ്റ്റൻസ് ഉണ്ടോ? കാരണം നമ്മൾ ഈ ദൈവം എന്ന വേദന അറിയുന്നു എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട, കാരണം അതൊരു കോഗ്നിറ്റീവ് നോളജ് അല്ല. ഇയാളെ അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു ബൗദ്ധികമായ അറിവല്ല. എന്നിൽ പങ്കുചേരുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഭവമാണ്. അല്ലാതെ ഞാൻ ദൂരെ ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്നോട് പറയുമ്പോൾ ആ വാക്കുകളിലൂടെ ഞാൻ മനസ്സിലാക്കിയെടുക്കുന്ന ഒരറിവല്ല. അപ്പോ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ദൈവം പ്രസന്റ് ആണ്. അപ്പൊ ദൈവത്തിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് where there is life there is God. അപ്പോ ജീവനെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തെയും ബാധിക്കും. അല്ലാതെ ദൈവത്തിന്റെ നേരിട്ടുള്ള ശരീരത്തെ ആർക്കും തൊടാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് വ്യക്തമാക്കാം, അല്ലെങ്കിൽ അത് ലോജിക്കൽ അല്ലാതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവം എങ്ങനെയാണ്? ഇപ്പം ഒരു ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. എന്റെ സങ്കടം ദൈവം കാണുന്നു.
എന്റെ വിഷമം ദൈവം കാണും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതെങ്ങനെയാണ് ദൈവം അറിയുന്നത്? എന്നിൽ ദൈവം ബയോളജിക്കലായും പ്രസന്റാണ്. കാരണം ദൈവം നമ്മുടെ വേദന അറിയുന്നത് ബയോളജിക്കലായിട്ടുള്ള തന്നെയാണ്, അല്ലാതെ നമ്മളെ ഒരു ആത്മീയമായി ലഭിക്കും. കാരണം ഒരു വേദനയെ അതിന്റെ തീവ്രതയിൽ അറിയണമെങ്കിൽ ബയോളജിക്കൽ ഇന്റിമസിയും കൂടെ ഉണ്ടാവും. നമ്മൾ ദൈവമുണ്ട്, അത് നമ്മുടെ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും മാത്രമല്ല. നമ്മൾ ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിന്റെ ശരീരത്തെ ജീവനുള്ള എല്ലാവരും കൂടെ ചേർന്നാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കാരണം ജീവനാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ലക്ഷണം. ഇപ്പൊ നമ്മൾ ഇപ്പം പാറയെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ലൈഫാണ് ആക്ച്വലി ഗോഡ് ഈസ് ദൈവം ജീവനിൽ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ അത് ജീവനാണ്, ലൈഫാണ്. അതിന്റെ അർത്ഥം ദൈവം മറ്റൊന്ന് സൃഷ്ടിച്ചിട്ടില്ലാന്നോ ദൈവത്തിന് അതിൽ താല്പര്യമില്ല എന്നോ അല്ല. മറിച്ച് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ക്വാറി പൊട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ് പ്രോബ്ലം ആവുന്നത്? അത് ഒരു ജീവന്റെ ഒരു ശൃംഖലയെ അത് ബാധിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ പാറ പൊട്ടിക്കുന്നത് അതിൽ തന്നെ പ്രശ്നമല്ല. എപ്പോഴാണ് പ്രശ്നമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടീവ് സിസ്റ്റംസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ആണ്. ഇപ്പം മരം വെട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അപ്പോൾ മരത്തിന് ജീവനുണ്ട്. അപ്പോൾ ജീവനുള്ള എല്ലാം കൂടെ, ഇത് നിങ്ങൾക്ക് അതിന് അഭിപ്രായം സംഭവിക്കും, പക്ഷെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കാനാണ് താല്പര്യപ്പെടുന്നത്. ജീവനുള്ള എല്ലാത്തിനെയും കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ ബോഡി, അല്ലാതെ ദൈവത്തിന് വേറൊരു ശരീരമില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇത്രയും ഒരാൾ എന്റെ വലത്തെ കൈ ഇടത്തെ കൈ എല്ലാം കൂടെ ചേരുന്നതാണ് ഞാൻ ആണല്ലോ. ഈ ഇടത്തെ കൈ കൊണ്ട് ഞാൻ എന്റെ വലത്തെ കൈ അടിച്ചാൽ വലത്തെ കൈ ആണല്ലോ എന്റെ ഇടത്തെ കൈയെ കടിച്ചത്. പക്ഷെ വലത്തെ കൈ ഇടത്തെ കൈ അടിച്ചാലും ഇടത്തെ കൈ വലത്തെ കടിച്ചാലും എനിക്ക് തോന്നും. കാരണം ശരീരം എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്ന്. നമുക്ക് നമ്മൾ വലത്തെ കൈ കടിച്ച് അത് നിങ്ങൾ തമ്മിൽ തീർത്തോന്ന് ശരീരത്തിന് പറയാൻ പറ്റില്ല. കാരണം ശരീരത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർന്ന്. ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നമാണല്ലോ, നിങ്ങൾ തീർത്തോ എന്ന് പറയാൻ പറ്റില്ല. കാരണം വലത്തെ കൈ ഇടത്തെ കൈ അടിച്ചാൽ ഇടത്തെ കൈ കൊണ്ട് മോത്തടിച്ചാൽ എനിക്ക് തോന്നും. കാരണം ഞാനെന്ന് പറയുന്നത് ഈ ശരീരമാണ്. അതുകൊണ്ടാണ് ഇപ്പോ ഈ ഇസ്രായേലിയരാണ് എന്തിനെ അടിക്കുന്നത്? ഈ ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കും. നിങ്ങൾ തമ്മിലൊക്കെ തീർത്തോ എന്ന് പറയാൻ പറ്റും. കാരണം ദൈവത്തിന് വേദനയ്ക്ക് കാരണം അവരും ഇവരും എല്ലാം കൂടെ ചേരുന്നതാണ് ദൈവത്തിന്റെ. പക്ഷേ ദൈവത്തിന്റെ ശരീരത്തിൽ വേദനിക്കുമ്പോൾ ദൈവം നമ്മൾ റിയാക്ട് ചെയ്യും. നിങ്ങൾ എന്നെ അടിച്ചു, ഇല്ല പിന്നെ ഞാൻ അടിക്കാൻ സമ്മതിക്കാത്ത കാരണം എനിക്ക് തോന്നും. എനിക്ക് എന്ന് പറയുന്നത് ആരാ? എനിക്കിപ്പോ ഞാൻ പറഞ്ഞു മോത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാവുന്ന ഈ മോത്തി എന്ന് പറഞ്ഞാൽ ഈ സൂത്രം അവയവങ്ങളും എല്ലാം കൂടെ ചേർന്നാണ് ഈ മോത്തി. അപ്പൊ എനിക്ക് തോന്നുന്നു, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ ജീവന്റെ ഈ ഭൂമിയിലുള്ള എല്ലാ ആവിഷ്കാരങ്ങളും കൂടെ ചേർന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ ശരീരം. ഞാനത് കുറച്ചുകൂടെ വേറൊരു ദൈവശാസ്ത്രജ്ഞന്റെ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ മോൾട്ട്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അറിയാം. നമ്മുടെ സെമിനാരിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്തെ നമ്മൾ ഏറ്റവും അധികം ഈ സന്തോഷിപ്പിച്ചിട്ടുള്ളതും ആവേശം നൽകിയിട്ടുള്ളതുമായ ഒരു ചിന്തകനാണ് മോൾട്ട്മാൻ. മോൾട്ട്മാന്റെ പുസ്തകങ്ങളിൽ ഏറ്റവും അധികം ലോകത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള പുസ്തകം ക്രൂസിഫൈഡ് ഗോഡാണ്, ക്രൂശിതനായ ദൈവം. ഇതെല്ലാം നമ്മൾ വായിച്ചിട്ടില്ലെങ്കിലും അതിന്റെ ഫോട്ടോകോപ്പിയെങ്കിലും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാകും. നമ്മൾ വായിക്കാൻ പല ശുശ്രൂഷയുടെ തിരക്കുകൾക്കിടയിലും ലോകത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതിനിടയിൽ നമുക്ക് വായിക്കാൻ പറ്റി. പക്ഷെ ഫോട്ടോകോപ്പി
ഈ ക്രൂസിഫൈഡ് ഗോഡിൽ മോൾട്ടമാൻ രസമായി പറയുന്ന ഒരു ഇലസ്ട്രേഷനാണ്. ഈ മോൾട്ടമാൻ ചോദിക്കുന്നത് ദൈവത്തിന് എങ്ങനെയാണ് നമ്മുടെ വേദന അറിയാവുന്നത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു രസകരമായ വിശദീകരണം, ഇത് ഉദാഹരണത്തിന് നമ്മുടെ അച്ഛന്മാരായി വിശക്കുമ്പോഴല്ലാതെ അടുക്കളയിൽ അങ്ങനെ കയറാറില്ല. ഇടുങ്ങി മാത്രം ശരി, കാരണം നമ്മളൊരു ശുശ്രൂഷ ജൂറിസ്ഡിക്ഷനിൽ എന്ത് വരുന്നില്ല, പാത്രം കഴുകുക, അടുക്കളയിൽ കയറുക, അതൊന്നും നമ്മുടെ കർമ്മ മേഖല കൂടുതലും അൾത്താര ആയതുകൊണ്ട് നമ്മൾ അതിലുള്ള ശുശ്രൂഷയിൽ വ്യാപകരാണ്. നമ്മൾ അടുക്കളയിൽ അവിടെ കിട്ടുന്ന വിഴുങ്ങുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ കർമ്മകാരണത്തിൽ എന്ത് വരത്തില്ല, അടുക്കള വരില്ല. അതെല്ലാം നമ്മൾ ഈ ദൈവം ഇല്ലാത്തവർക്കുള്ള ദൈവം എന്ന് പറഞ്ഞാൽ അപ്പം മുറിക്കാൻ വീഞ്ഞടിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത്. പാവങ്ങൾ നമുക്കത് സപ്ലൈ ചെയ്യും. അപ്പോ അപകടവശാൽ ഭാര്യ കണക്കി പോയപ്പോ അല്ലെങ്കിൽ ഭാര്യ പ്രസവത്തിന്റെ വീട്ടിൽ പോയി, അത് എപ്പോഴും സംഭവിക്കുന്നത് 1-2 പ്രാവശ്യം മാത്രമേ ഇപ്പോഴത്തെ ഒരു ക്രമീകരണം അനുസരിച്ച് സംഭവിക്കുന്നു. അപ്പൊ അല്ലാതെ നമുക്ക് ചിലപ്പോൾ അടുക്കള കയറി വരും. രാവിലെ എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊന്നും ഉഷാറല്ലേ, എന്നാ പോയിട്ട് കടുങ്ങാൻ ഇടാന്ന് വിചാരിച്ചപ്പോൾ അടുക്കളയിൽ പോകും. അതായത് ഉഷാറില്ലാത്തപ്പോൾ മാത്രമേ നമുക്ക് കയറുള്ളൂ. അങ്ങോട്ട് കയറി നമ്മുടെ ഒരു കെറ്റില്ലാത്ത അല്ലെങ്കിൽ ഒരു സോസ്പാൻ അടിച്ചിട്ട് വെള്ളമൊക്കെ എടുത്ത് സ്റ്റൗവൊക്കെ ഒന്ന് ഓണായി. അപ്പോൾ പാത്രം താഴെ വെച്ചിരിക്കുന്നു, അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നമ്മൾ 1-2 അടിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ സ്റ്റൗ അങ്ങോട്ട് കത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ ലൈറ്റ് അടിക്കുന്നു, ഇങ്ങനെ തട്ടിയൊക്കെ ചെയ്തു തട്ടി അടിക്കുമ്പോൾ പെട്ടെന്ന് തീ വരുമ്പോൾ നമ്മുടെ കൈ പൊള്ളി, നമ്മൾ കൈ പുറമോട്ട് പൊള്ളി. സത്യത്തിൽ എൻ്റെ ഒരു വിരലോ എൻ്റെ 2 വിരലോ ആയിരിക്കും പൊള്ളിയത്. പക്ഷെ പൊള്ളുമ്പോൾ ഞാൻ പെട്ടെന്ന് കൈ പുറകോട്ട് മാറ്റും, അല്ലെ? ഈ പുറകോട്ട് മാറ്റുന്ന എങ്ങനെ? പൊള്ളിയത് ഇവിടാണ്, പക്ഷെ എന്റെ മുഴുവൻ ശരീരമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മോൾട്ട്മാൻ പറയുന്ന ഉദാഹരണം, ശരീരത്തിൽ എവിടെ വേദനിച്ചാലും ഈ വേദന സെൻസ് ചെയ്യുന്ന ഒരു പ്രവർത്തനം നമ്മുടെ തലത്തിലുണ്ട്. അത് നമ്മൾ റിഫ്ലക്സ് പ്രവർത്തനമൊക്കെയാണ്. ചൂടുവെള്ളം വീണാലൊന്നും പറ്റത്തില്ലെന്നല്ല അവരത് അറിയാവുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ദൈവം സെൻസ് ചെയ്യുന്നത്. അപ്പൊ അതിന് അദ്ദേഹം പറയുന്നത് നമ്മുടെ ശരീരവും തലച്ചോറും പോലുള്ള ബന്ധമാണ് ദൈവവും സൃഷ്ടിയും തമ്മിൽ. അപ്പോൾ ഈ തലച്ചോറ് എന്റെ കൈയുടെ വേദന അറിയുന്നത്, തലച്ചോറ് എന്റെ ശരീരത്തിന്റെ ബയോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. എന്റെ കൈ പൊള്ളുമ്പോൾ പിൻവലിക്കുന്നത്, കൈ പൊള്ളുന്നത് കാണുമ്പോൾ തിരുമേനെ കാണുമ്പോൾ എന്റെ കൈ വലിക്കാൻ പറയും. തിരുമേന് പറയും അവൻ വലിക്കട്ടെ, അവൻ എന്നെ കൂടെ വലിപ്പിച്ചതല്ലേ, പൊള്ളട്ടെ. അപ്പൊ ഇനിയും അഥവാ തിരുമേനെ കണ്ടാലും തിരുമേനി തന്നെ ആലോചിച്ച് എന്റെ ഒരു പഴയ നിയമ ദൈവശാസ്ത്രം അനുസരിച്ച് വലിക്കണോ നോക്കണോ എന്നൊക്കെ വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈ ഒരു പരുവായി. പക്ഷെ തലച്ചോറിന് അത്രയും ടൈമൊന്നും വേണ്ട. തലച്ചോറെന്ന് പറയുന്നത് ആലോചിച്ചല്ല പറയുന്നത്, കാരണം അതിന്റെ ബയോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ്. ഈ ദൈവം എന്ന് പറയുന്നത് ജീവന്റെയും ജീവൻ എന്ന് പറയുന്നത് മ്യൂച്വലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദൈവവും മനുഷ്യനും ജീവനും എന്നൊക്കെ പറയാം. അങ്ങനെ അതുകൊണ്ടാണ് ദൈവത്തിന് അത് സെൻസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളതിനെ വളരെ ലോജിക്കലായിട്ട് തന്നെ നമ്മളതിനെ മനസ്സിലാക്കി ദൈവം കരയുന്ന എന്നുള്ള സാധനം ഉർവശി കരയുന്ന പോലെയോ അല്ലെങ്കിൽ ശോഭന കരയുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ അവര് ഗ്ലിസറിൻ ഇട്ടിട്ടാണ് കരയുന്നത്. അപ്പോൾ പറയാം, നമ്മൾ പൈസ കൊടുത്ത് പറയാം കരയും. KPSC പറയാം 50,000 രൂപ വരെ ഒന്ന് കരയും. അപ്പൊ അവര് പറയും എനിക്ക് അങ്ങനെ കരയാൻ പറ്റില്ല, എനിക്ക് എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് അങ്ങനെ കരയാൻ പറ്റാത്ത കാരണം? ബയോളജിക്കലായിട്ട്. അതുകൊണ്ട് ബയോളജിക്കലായി ദൈവം നമ്മുടെ ശരീരത്തിൽ പ്രസന്റ് ആയിരിക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെ ഞാനും കൂടെ ചേർന്നാണ് ദൈവത്തിന്റെ ശരീരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിലെല്ലാ മനുഷ്യരും ഉൾപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത്, എക്സോഡസിൽ നമ്മൾ കാണുന്നത് ഒരു പുതിയ ദൈവബോധ്യമാണ്, ഒരു പുതിയ ദൈവ സംഘടന. മൂന്നാമത് നമ്മൾ പഴയ നിയമത്തിൽ വെളിപ്പെടുന്ന മറ്റൊരു 3 പ്രധാനപ്പെട്ട ദൈവബോധ്യങ്ങളാണ്. ഒന്നാമത്, ദൈവം എന്ന് പറയുന്നത് ഒരു കുടിയിരിക്കുന്ന ദൈവമല്ല, കുടിയേറി പാർക്കുന്നതാണ്.
from a cultic, ethnic, territorial, local God concept to a moving, migrating God. കുടിയിരിക്കുന്ന ദൈവമല്ല, കുടിയേറി പാർക്കുന്ന ദൈവമാണ്. രണ്ട് എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ അബ്രഹാമിൽ നാം കാണുന്നത്, വ്യക്തിയാർക്കൽ നരേറ്റീവ്സിൽ നാം കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു പുതിയ ദൈവബോധ്യമാണ്. പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് ദൈവത്തിന്റെ ഉണ്മ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ശരീരം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നതാണ്, അത് ഇന്ററാക്റ്റീവാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് നമ്മുടെ വേദനയും സങ്കടവും ഒക്കെ അറിയാൻ കഴിയും. നമ്മൾ ദൈവത്തെയും ദൈവം നമ്മളെയും കോൺസ്റ്റിറ്റ്യൂട്ട്, ഈ ഒരു റെസിപ്രോക്കേഷനിലാണ് നമുക്ക് ദൈവത്തിന്റെ വേദനയും. ഇനി നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു ഹിയറിംഗ് ഗോഡ്സ് ക്രൈ, നമുക്കങ്ങനെ ദൈവത്തിന്റെ വേദന അറിയാൻ പറ്റും. നമ്മൾ ദൈവത്തിൽ ബയോളജിക്കലി പ്രസന്റ് ആണ്. നമ്മുടെ വേദന എങ്ങനെയാ ദൈവത്തിന് അറിയുന്നത്? ദൈവം നമ്മുടെ മ്യൂച്വലി ദൈവത്തിന്റെ ശരീരത്തെ ഞാനും എന്റെ ശരീരത്തെ ദൈവവും കോൺസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ മ്യൂച്വലി ഇന്ററാക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആയിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വേദന ദൈവത്തിനും ദൈവത്തിന്റെ വേദന നമുക്കും അറിയാൻ കഴിയും. അപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ ശരീരം എല്ലാം കൂടെ ചേർന്നതാണ്. ഇടത്തെ കൈ വലത്തെ കൈയടിച്ചാലും വലത്തെ കാര്യം ഇടത്തെ കൈയടിച്ചാലും എനിക്ക് ഫീൽ ചെയ്യുന്നതിന് കാരണം ഇതെല്ലാം എൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ദൈവത്തെ കുറച്ചുകൂടെ ഒരു ആ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പുറപ്പാട് പുസ്തകം നമ്മൾ ആവശ്യം. മൂന്നാമത്തേത് എന്ന് പറയുന്നത് God is secular. ദൈവം സെക്യുലർ ആൻഡ് God is democratic എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള ദൈവം ഗോഡ് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് എൻറ്റിറ്റിയല്ല. ദൈവത്തിന്റെ സ്വത്വം എന്ന് പറയുന്നത് മതേതരമാണ്. ദൈവത്തിന്റെ സ്വത്വം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആണ് ബൈ നേച്ചർ. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയറിംഗ് എന്നാണ്, പങ്കിടുന്നതിനാണ് നമ്മൾ അതിന്റെ ജനാധിപത്യം. ഇപ്പൊ നമ്മളൊരു ഡെമോക്രാറ്റിക് നേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ പബ്ലിക് സ്പേസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ സത്യത്തിൽ ഡെമോക്രാറ്റിക് എന്നും സെക്യുലർ എന്നും പറഞ്ഞാൽ ഷെയറിംഗ് എന്നാണ് അതിന്റെ ശരിയായ. നമ്മളൊരു സ്പേസ്, ഒരു ഇടം പങ്കിടും. ആ പങ്കിടലിന്റെ പ്രക്രിയയ്ക്ക് നമുക്ക് സെക്യുലർ എന്നോ ഡെമോക്രാറ്റിക് എന്നോ ഒക്കെ പറയാം. ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞത് ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അതിനകത്ത് ഏറ്റവും വലിയ കാര്യമാണ്. അതിന്റെ കാരണം ഈ ബാബിലോൺ സാമ്രാജ്യത്തിൽ പിന്നീടുള്ള സാമ്രാജ്യങ്ങളിലുമൊക്കെ നമുക്കറിയാം, പുറപ്പാട് പുസ്തകം എഴുതി ഉൽപ്പത്തി പുസ്തകം എഴുതുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ബാബിലോൺ സാമ്രാജ്യത്തിലും തുടർന്നുള്ള സാമ്രാജ്യങ്ങളിലുമൊക്കെ ഈ ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഇല്ല, വളരെ കുറച്ചു പേർക്ക്. ആ കുറച്ചു പേരാണ് ചക്രവർത്തിമാർ. അതിന്റെ ഒരു ഇന്ത്യൻ വേർഷനാണ് കാസ്റ്റീസം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഇമേജ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിട്ടില്ല. കുറച്ചു പേർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, കുറച്ചു പേർക്ക് ഒട്ടും കൊടുത്തിട്ടില്ല, കുറച്ചു പേർക്ക് കുറച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഈ ബാബിലോണിലൊക്കെ നിലനിൽക്കുന്ന ദൈവസങ്കല്പത്തിന്റെ ഇന്ത്യൻ വേർഷനാണ് ജാതി സമുദായം. അവിടെ ചക്രവർത്തി മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരാരും ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് തന്നെ രാജാവിനേക്കാൾ താഴ്ന്നവരാണ് ബാക്കിയല്ല. നമ്മൾ ഇവിടുത്തെ ജാതി സമുദായത്തിൽ എന്താ പറയുന്നത്? ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്റെ ചൈതന്യം മുഴുവനായി കുറച്ചു പേർക്ക് അവരാണ് സമൂഹത്തിലെ ഉയർന്നയാണ്. പിന്നെ ഈ പെർക്കലേഷൻ തിയറി എന്ന് പറയുന്നത് പോലെ പിന്നെ ഒരു ഇച്ചിരി ആൾ കൊടുത്തു, കുറച്ച് ക്ഷത്രിയർക്ക് കൊടുത്തു, പിന്നെയും കുറച്ച് വൈശ്യർക്ക് കൊടുത്തു. അവസാനം കൊടുത്തെല്ലാം തീർന്നു വന്നപ്പോൾ എല്ലാം തീർന്നു പോയി. അവർ ഒട്ടും കൊടുക്കാൻ പറ്റില്ല. എല്ലാം നമ്മുടെ പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക, മനസ്സിലായി? 4 പേര് ഉണ്ടാക്കി വെച്ചു, ചൈതന്യം മുഴുവൻ എടുത്ത് കൊടുത്തു. അങ്ങനെ രണ്ടാമത്തെ കൊടുക്കേണ്ടത് നമ്മൾ ഇരിക്കെ വെച്ച് പിന്നെ കൊടുത്തു. ഇവർക്ക് 3 പേർക്ക് കൊടുത്തു വന്നപ്പോഴത്തേക്ക് 4ാമത്തെ കൊടുത്ത് കിട്ടി. അവനാണ് അകത്തോട്ട് ശൂദ്രൻ. അപ്പൊ ഒന്നാലോചിക്ക്, ബ്രഹ്മാവ് തന്റെ ചൈതന്യം ഈക്വലായിട്ടല്ല മനുഷ്യരിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഏറ്റക്കുറച്ചിലാണ്.
അപ്പോൾ ദൈവ ചൈതന്യത്തിന്റെ വിവേചനാപൂർവമായ വിതരണമാണ് ജാതി വ്യവസ്ഥയുടെ മൂലം.